ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഉപ്പും മുളകും മഞ്ഞളും തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ കൈമ റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഒരു 5 തക്കാളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഒരു 5 വലിയുള്ളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും ഒരു 2 ബൾബ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പിൻ്റെ ഇലയും കൂടെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് തൈരും ഈസ്റ്റേൺ ബിരിയാണി മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ചൂടായി വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓവർ മുരിഞ്ഞ് കിട്ടണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇതാ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് എണ്ണയിൽ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെമ്മീനൊന്ന് കുക്കായിട്ട് വേണം നമുക്ക് മസാല റെഡിയാക്കാൻ. ഇനി നമുക്ക് പച്ചമസാല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു 2 ബൾബ് വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചിയും കുറച്ച് മല്ലിയില, പുതിനയിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 4 ഗ്ലാസ് അരിക്ക് ഒരു 4-5 സ്പൂൺ ഓയിൽ വേണ്ടി വരും. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി കുറച്ച് വെല്ലുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് ചേർക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കൈമ റൈസ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ 4 ഗ്ലാസ് അരിയാണ് ഞാനൊരു പാത്രത്തിൽ അളന്നെടുത്തത്. അപ്പോൾ നമുക്ക് വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു 2-3 തവണ നമ്മൾ നന്നായിട്ട് അരി കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതായിപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി എടുത്ത പാത്രത്തിൻ്റെ ഇരട്ടിയായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. ഇത് കുറച്ച് വലിയ കൈമ റൈസാണ്. പറ്റ ചെറുതാണെങ്കിൽ ഒരു 1.5-1.25 ഇരട്ടി മതിയാവും. ഇപ്പോൾ 1 ഗ്ലാസ്സിനാണെങ്കിൽ 1.5 വെള്ളം മതിയാവും. ഇത് 2 ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച കൈമ റൈസ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പിടുന്നത് ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. അപ്പോൾ അരി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ടയാവാതിരിക്കാൻ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രം, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 5 വലിയുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ഇടത്തര ഉള്ളിയാണെങ്കിൽ 4 എണ്ണം മതിയാവും 1 കിലോയിലേക്ക്, അല്ലെങ്കിൽ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. മസാല കുറഞ്ഞത് മതിയെങ്കിൽ നമ്മൾ കുറച്ചിട്ട് എടുത്താൽ മതി. ഓവർ മസാല ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ എണ്ണയിൽ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് കുക്കായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് മറ്റ് സാധനം ചേർത്ത് കൊടുക്കുക.
ഇപ്പോൾ ഇതാ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ചെറിയ തീയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഓവർ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റുള്ളൂ, ചോറ് നന്നായിട്ട് കുക്കാവില്ല. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മസാലയിൽ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി പച്ചമസാലകൾ നമ്മൾ എടുത്തില്ലേ, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിനാണ് നമ്മൾ പച്ചമസാല എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു എണ്ണയിലിട്ട് വഴന്ന കുത്തുന്ന മണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 5 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 5 എണ്ണം ചേർത്തിട്ടുള്ളത്. ഒരു വലിയ തക്കാളി ആണെങ്കിൽ 4 എണ്ണമൊക്കെ മതിയാവും. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇതാ ഇവിടെ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ആയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓൾറെഡി കുക്കായിട്ടുള്ള ചെമ്മീൻ ആയതുകൊണ്ടാണ്. നമ്മൾ ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ചേർത്തിട്ട് കുറച്ച് വേവിക്കേണ്ടി വരും. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കിനി മസാല റെഡി ആവുന്ന ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലയിൽ ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കുക്കായി കിട്ടണമെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒന്ന് വെന്ത് ഉടയുള്ളൂ, അല്ലെങ്കിൽ അതങ്ങനെ കഷ്ണമായിട്ട് കിടക്കും. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവർ കുക്കാവണ്ട, ഒരു 90% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മൂടി വെച്ചാൽ തന്നെ അതിൽ കിടന്ന് വെന്തോളും. പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ ബാക്കി കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ മസാല നമുക്കൊന്ന് നോക്കാം. മസാലയൊക്കെ ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണി മസാലേൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പാക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ചേർക്കുമ്പോൾ ആ പൊടി മാത്രം ചേർത്താൽ മതി. നമ്മൾ പൊടിച്ചിട്ടാണ് ഗ്രാമ്പൂ പട്ടയൊക്കെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ പാക്കറ്റ് പൊടി ആയതുകൊണ്ട് നമുക്ക് അത് മാത്രം ചേർത്താൽ മതി, അതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ പൊരിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊരിച്ച് വെച്ച ചെമ്മീനും ഉള്ളി മസാല എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കുക്കായതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. പുളിക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അധിക പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് അത് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നാരങ്ങൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ തൈര് ഓൾറെഡി ചേർത്ത് പുളി ആവശ്യമില്ലെങ്കിൽ നാരങ്ങ ചേർക്കേണ്ട. ഇത് പുളി ഇല്ലാത്ത ഒരു തൈരായതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഒരു നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചതല്ലേ, അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചോറ് അതിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ട് നമുക്ക് കൈമ റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് സെറ്റായതിന് ശേഷം മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ബിരിയാണി മസാല മുകളിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 kg നെയ്യാണ് ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഓയിലിൽ ഉണ്ടാക്കിയതാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി.
അത് നല്ലൊരു സ്മെല്ല് വരും. കൈമ റൈസിന് തന്നെ നല്ല സ്മെല്ലാണ്. അപ്പോൾ RKGയും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും സ്മെല്ലും ഒക്കെ നമുക്ക് കൂടും. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊരു 10-20 മിനിറ്റ് ചെറിയ സിമ്മിലിട്ടിട്ട് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ആക്കുന്നത്. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ മസാലയൊക്കെ ഒന്ന് ഫ്ലേവറായിട്ട് അടിപൊളിയാവും. അപ്പോൾ 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇനി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ മസാലയും ചോറും മിക്സ് ആയതാണ് ഇഷ്ടം. ഞാൻ മസാലയും ചോറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് റൈസ് കോരിയിട്ട് അടിയിൽ നിന്ന് മസാല എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മലപ്പുറം സ്റ്റൈലിൽ ഇങ്ങനെ മസാലയും ചോറും കൂടി കുഴഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെമ്മീൻ ബിരിയാണി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ വഴി അറിയിക്കണം. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.